ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തൊട്ടടുത്ത് കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ നമ്മളിന്ന് ബിരിയാണി കേട്ടോ, നമ്മൾ സിമ്പിളായിട്ടൊരു ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതേ നമുക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളുണ്ട്, അത് ആദ്യമേ എടുത്ത് മാറ്റി വയ്ക്കാം. അതായത് കുറച്ച് പട്ട, അതുപോലെ തന്നെ ഗ്രാമ്പൂ, ഏലക്ക, അതുപോലെ തന്നെ ബേ ലീഫ്. ഇതൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്കത് തന്നെ എടുത്തിട്ടാൽ മതി കേട്ടോ. ബേ ലീഫൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഉണക്കിയാക്കുന്നതാണ്. അപ്പോൾ ഈ അടുപ്പത്ത് വെള്ളം വെച്ചിട്ട് ഒന്ന് തിളയ്ക്കാറാവുമ്പോൾ ഈ ഇലകളും അതുപോലെ തന്നെ നമ്മുടെ പട്ടയും ഗ്രാമ്പും ഒക്കെ ഇട്ട് വയ്ക്കാം തിളപ്പിക്കാനായിട്ട്. അതിന് ശേഷം നമ്മൾ 3 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്, അത് നന്നായി ഒന്ന് കഴുകിയെടുക്കാം. പല അരിയും പല ടൈപ്പ് അരിയും, ചിലത് പെട്ടെന്ന് വേവും. അപ്പോൾ നമ്മൾ തിളയ്ക്കുമ്പോൾ തന്നെ നോക്കണം. അപ്പോൾ ഈ അരിയൊക്കെ ഒന്ന് കഴുകിയെടുക്കാം നമുക്ക്. ഇന്ന് നമുക്ക് അടുപ്പത്ത് വെള്ളം വെച്ചത് അത്യാവശ്യം നല്ല രീതിയിലൊന്ന് കത്തിക്കാം. ഞങ്ങൾ അടുപ്പത്താട്ട് വയ്ക്കുന്നത്, ചിലവർ കുക്കറിൽ വയ്ക്കും, അങ്ങനെ വെക്കേണ്ടവർക്ക് അങ്ങനെ വയ്ക്കും. നമുക്ക് അടുപ്പിൽ വയ്ക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് നോക്കി പാകത്തിനായിട്ട് എടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് അരിയിടാം. വെള്ളം ഒന്ന് തിളയ്ക്കാറാവണ വരെ നമ്മളിതുപോലെ കത്തിച്ചിട്ട് നമുക്ക് ഈ അരി അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് അരി ഒന്ന് തിളയ്ക്കണ വരെ നമുക്ക് കത്തിച്ചുകൊണ്ടിരിക്കും. അതിനിടയിൽ നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് സബോള ഒന്ന് വഴറ്റി നല്ലപോലെ ഡാർക്ക് കളറാവുന്നവരെ ഒന്ന് വഴറ്റിയിട്ട് മാറ്റി വയ്ക്കുക കേട്ടോ. പിന്നെ മല്ലിയില, ക്യാരറ്റ് വേണ്ടവർക്കത് അതൊക്കെ നമ്മൾ മാറ്റി വയ്ക്കുക. പിന്നെ നെയ്യ് ഇതൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമ്മുടെ അരി ഇപ്പോൾ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം കുറച്ച് സബോളയും അതുപോലെ തന്നെ മല്ലിയിലയും പൈനാപ്പിൾ ഉണ്ടെങ്കിൽ അതും പിന്നെ കുറച്ച് നെയ്യും ഇതൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചോറ് നല്ല അടിപൊളിയായിട്ടിട്ട്. ക്യാരറ്റ് ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യിൽ നമുക്ക് മുന്തിരി അണ്ടിപ്പരിപ്പൊക്കെ ഇതിനകത്തും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തൊന്ന് ഇട്ട് കൊടുത്ത് നമ്മുടെ ബിരിയാണി ഇവിടെ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. അന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമ്മൾ ഇന്ന് ബിരിയാണിൻ്റെ കൂടെ ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയും ഉണ്ട് കേട്ടോ. പിന്നെ ഇത് പൈനാപ്പിളും അത്യാവശ്യം നല്ല രീതിയിൽ നല്ല മധുരം ഉണ്ടായിരുന്നു, അതും ചെത്തി വെച്ചിട്ടുണ്ട്. പിന്നെ സലാഡിൽ അതുപോലെ തന്നെ നമുക്ക് കുക്കുംബറൊക്കെ ഉണ്ടെങ്കിൽ അത് വരുന്നിടാം.